നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമ്മൂലയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ, അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ നമ്മളൊരു പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ പറമ്പിലാണ്. പക്ഷേ പറമ്പിലാണെങ്കിൽ പിന്നെ എപ്പോഴും പെരുമാറുന്ന സ്ഥലമാണ്, ഒറ്റ കോമ്പൗണ്ടാണ്, ഡോഗുള്ളതാണ്, വീട്ടിൽ ആൾക്കാരുള്ളതാണ്, പിന്നെ പണിക്കാൾ വരുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഈ സ്ഥലത്തില്ല. പക്ഷേ പുള്ളി വിളിച്ച് പറഞ്ഞ് തൊട്ടടുത്ത വീട്ടിലെ വീട്ടിൽ തൊട്ടടുത്ത കോമ്പൗണ്ടുള്ളവരിങ്ങനെ നോക്കി നിൽക്കണം. നമസ്കാരം സാറേ. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? ഇതാണ് വിശേഷം. ഇതെവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ? ഏത് വാഴ? ഈ വാഴയുടെ? പക്ഷെ അവിടെ ഇല്ലല്ലോ. ഈ പൊത്തിനകത്ത് ഇറങ്ങിപ്പോയോ? ഏത് ഹോളാണെന്ന് കണ്ടായിരുന്നോ? ഈ പച്ചയോ? മേഡം ഇങ്ങോട്ടാണോ പോയത്? ഇങ്ങോട്ടാണോ തിരിഞ്ഞത്? അയ്യോ, അങ്ങോട്ടാണല്ലേ. അങ്ങോട്ടാണ്. ഈ കെട്ടിനകത്തേക്ക് ആയിരിക്കുമല്ലോ. ഇതാരെ മതിലാർക്കുള്ളതാ? എന്തോ മതിലിനകത്തേക്ക് ആയിരിക്കും. ഓ, ഇതിവിടെ കാണുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ ഫോട്ടോ അയച്ചിട്ട് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കുന്നൊരു ഫോട്ടോയാണ് പുള്ളി എവരെടുത്ത് പുള്ളിക്കാരന് വാട്സാപ്പ് ചെയ്ത് കൊടുത്തത്. ആ പുള്ളി ഉടനെ തന്നെ എനിക്ക് വാട്സാപ്പ് ചെയ്ത് വലിയ ഞാൻ കണ്ടു, നല്ല സൈസുള്ളൊരു മുറുകൻ, പടം പൊഴിക്കാറായ മുറുകൻ. പുള്ളി പറഞ്ഞു കീരിയായിട്ടുണ്ട്. കീരി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. കീരി ഉണ്ടായിരുന്നോ? ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, അതിന് ശേഷമാണ് മാളത്തിൽ കയറി അല്ലേ? അയ്യോ, അപ്പോൾ സേഫായി കാണുമല്ലോ. ഇന്ന് ആദ്യമായിട്ടാണോ കാണുന്നത്? അതിന് മുന്നേ ഒന്നും കണ്ടിട്ടില്ല. ഈ സാധനം തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. ആ സമയം തൊട്ട് ഇവരുടെ കാത്തു നിൽപ്പുണ്ട്. ഈ പറമ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒന്നായിരിക്കത്തില്ല, ഒന്നിൽ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. കാരണം പറമ്പ് ഇങ്ങനെ കാട് കയറി കിടക്കണം. അപ്പോൾ കാണാതെ ഇപ്പം മാറ്റിങ്ങിൻ്റെ ഒരു സമയം, ഇണചേരുന്ന സമയം കൂടിയാണ്. നവംബർ അറിയാമല്ലോ, നവംബർ, ഡിസംബർ, ജനുവരി ഒക്കെ ഇണചേരുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഈ ചപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വെട്ടി നോക്കാമെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല സൈസായിരുന്നു. നല്ല സൈസ്. അപ്പോൾ കിട്ടിയാൽ നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പ്രോഗ്രാമിൽ നമുക്കൊരു മുതൽക്കൂട്ടായി. കുറച്ച് പണി. നല്ല സൈസ്. ഫോട്ടോ എനിക്ക് അയച്ചപ്പോൾ നല്ല സൈസ് ഞാൻ കണ്ടത്. ഈ വാഴപ്പിണ്ടിയൊക്കെ കാണാനുണ്ടായിരുന്നു ഫോട്ടോ. അപ്പോൾ നമ്മൾ സമയം കളയുന്നത്. മൺമട്ടി അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എല്ലാം പുള്ളി ഡയറക്റ്റ് ചെയ്ത് ഫോണിൽ കിട്ടും. മൺമട്ടി ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും മൺമട്ടി എടുത്തിട്ട് വരാം. അപ്പോൾ ഇവർ പറയുന്നത് എന്താ, ഈ മാളമല്ല, ഈ വാഴമാളമല്ല, ഈ മാളമാണ് അവർ പറയുന്നത്. പിന്നെയുള്ള മാളം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു വലിയ മാളമാണ്. ചെറിയ കമ്പിയിലാണ് കിടക്കുന്നത് സാറേ. കമ്പി പീസിലാണ് കിടപ്പുണ്ടോ? അത് മതി. നമ്മൾ കമ്പി ഇട്ട് നമ്മളെന്തായാലും ഇവിടെ അവർ പറഞ്ഞ ഹോളൊക്കെ വെട്ടി നോക്കിയിട്ട് ഹോളിൻ്റെ തുടക്കം അവസാനമൊന്നും കാണുന്നില്ല. പക്ഷെ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെയല്ലേ? ഇവിടെ തന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ പമ്പിട്ട് വെച്ചപ്പോൾ ഒരു ഹോൾ പോലെ കണ്ടു. എന്തോ തട്ടുമ്പോൾ തോന്നി. പക്ഷേ ഇവിടെ ചവിട്ടിയ സ്ഥലം താന്നു.
നമ്മളെന്തായാലും നമ്മൾ വെട്ടിയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പൈപ്പിൽ വെള്ളം ഒന്ന് പമ്പ് ചെയ്ത് നോക്കി. നമ്മൾ സ്ഥിരം പരിപാടിയാണ്. ഇനി എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ചേച്ചിമാരെയൊക്കെ പറ്റിച്ചിട്ട് അത് പോയാന്നാണ് സാറേ അതിങ്ങ് തരാം പൈപ്പ്. അപ്പോൾ നമുക്കിനി ഒരു ഹോളാണ് സംശയമുള്ളത്. ഇത്ര ഉള്ളത് സാറേ? മതി 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 മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോള് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു പൈപ്പ് കൂടെ കണക്ട് ചെയ്യാനുണ്ട്. പോകാൻ സാധ്യതയില്ല. അവർ നോക്കി നിന്ന് നമ്മൾ പെട്ടെന്ന് നമ്മളെ ഗേറ്റിൻ്റെ അവിടെ എത്തുന്നവരെ ഇതിനകത്ത് സാധനം ഉണ്ടായിരുന്നു. എന്നിട്ട് നോക്കാം. അതാണ്ടോ ഇത് സാറിൻ്റെ മൊബൈലിൽ വെക്കുന്ന ഫോട്ടോ ഉണ്ടോ? നല്ല വലിയ പാമ്പ് ഉണ്ട്, നല്ല സൈസ്. നമ്മൾ ഇവരുടെ കഥയും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ മാളത്തിൽ നിന്ന് ഇത്രയും നീളത്തിൽ ഇങ്ങനെ ഇറങ്ങി വന്നു. എല്ലാവരും അനങ്ങിയപ്പോൾ നേരെ തിരിച്ച്. അപ്പോൾ നമുക്ക് ഇന്നലെ പ്രതീക്ഷയുണ്ട്. നമ്മൾ കണ്ടു മൂർഖം തന്നെയാണ്. ഇവർ പറഞ്ഞുള്ള ആ ഫോട്ടോ ഇട്ട് കണക്കുള്ള സൈസില്ല, സെയിം അത് തന്നെയാണ്. പടം പൊഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഹോളാണ് കണ്ടത്. നമ്മളിനി എന്തായാലും കുറച്ച് മെനക്കെട്ടാലേ പറ്റുള്ളൂ. കാരണം ഉറപ്പായിട്ട് കണ്ടു, അതിന് സംശയമൊന്നുമില്ല. ഇവിടെ ഒരു 1.5 അടിയോളം നീളത്തിൽ ഇങ്ങനെ തലയിട്ടു. ഞാനിവിടെ നിന്ന് ഇങ്ങനെ കഥയും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരാണ് കണ്ടത്. ബാക്കോട് വന്നത്. ഇവർ കാലിൻ്റെ അടുത്ത് വരെ എത്തി. മാറി പറയണം. എല്ലാവരും നിൽക്കില്ല, മേളിൽ മാറിക്കോളേ സാറേ. മേളിൽ നിന്ന് നിങ്ങൾ അനക്കം കിട്ടിയാലും ഇറങ്ങില്ല. അടിപൊളി. ഇതാ വരണം. പടം പൊഴിച്ച് അവർ പറഞ്ഞ കണ്ടിട്ടുണ്ട്. പടം പൊഴിക്കാറ് ഞാനങ്ങല്ല കണ്ടോ. തല കുറച്ച് മേളിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം അവർ കണ്ട സെയിം സാധനം തന്നെ. കാരണം ആ ഫോട്ടോ എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം സാധനം തന്നെ. പക്ഷേ ഒരു കുഴപ്പമില്ല. ഇനി എത്ര നേരം ഇങ്ങനെ ഇരിക്കുമെന്നുണ്ടോ? അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇരുന്നുണ്ടോ? നമ്മളിപ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്തറിയാം, നമ്മളാണ് ഈ വെള്ളം നിറച്ച് പാമ്പിനെ കിണറ്റി മാളത്തിൽ നിന്നൊക്കെ പിടിച്ചു തുടങ്ങി. ഓർമ്മയുണ്ടോ? നമ്മുടെ 10 വർഷത്തെ യാത്രക്കിടയിലാണ്. അതിനുശേഷം ഇപ്പോൾ പല സ്ഥലങ്ങളിൽ എവിടെ പാമ്പിൽ ആൾ ചോദിക്കുന്നതെന്നറിയാം, വെള്ളം നിറച്ചാൽ കിട്ടൂലേ? വലിയ പാറക്കെട്ടിനടി പാമ്പ് കയറി എൻ്റെ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ വെള്ളം നിറച്ചാൽ പിടിക്കാൻ പറ്റൂലേന്നാണ്. എന്തായാലും സന്തോഷം. നമ്മൾ എത്രയൊക്കെയാണ് നമ്മളെ മോശം പറയുന്നുണ്ടെങ്കിൽ നമ്മളെ അനുകരിക്കുന്നുണ്ടല്ലോ, അത് വളരെ സന്തോഷം. അതെങ്കിൽ അതേ ഇരിപ്പിരിക്കണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇരിപ്പ് എപ്പോൾ ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1-2 മണിക്കൂറൊക്കെ ഇരുന്നളെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. പിന്നെ അത് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ നമുക്കിന് പാറക്കെട്ടായതുകൊണ്ട് വേറെ ഒരു പരിപാടി നടക്കത്തില്ല. ഇത്ര സമയം ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ, ഞാൻ 8 മണിക്കൂറൊക്കെ ഇതുപോലെ ഒരുപോലെ ഇരുന്ന് എടുത്തിട്ടുണ്ട്. ഉള്ളൂർ ഇതുപോലെ രാവിലെ 12 മണിക്ക് കണ്ട സാധനം രാത്രി 8 മണിക്കാണ് എനിക്ക് കിട്ടിയത്. ഞാൻ മതിൽക്കെട്ടിൻ്റെ പുറത്ത് ഒരേ ഇരിപ്പങ്ങിരുന്നു. പച്ച വെള്ളം പോലും കുടിക്കാൻ. ഇത് ഇറങ്ങി വരും, തലയിടും, വീണ്ടും അകത്ത് പോകും, വീണ്ടും തലയിടും, അകത്തുവിട്ടു. അപ്പോൾ അനങ്ങിയാൽ പോയി. അപ്പോൾ ആ സമയം വരെ ഇത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ 150ാമത്തെ രാജവെമ്പാല നമ്മളെ കുട്ടത്തി എന്നുണ്ട്. അതായത് നമ്മൾ കുളത്തുപുഴ പോകുന്ന വഴിക്ക് നമ്മുടെ പാലോട് കഴിഞ്ഞിട്ട് ഒരു രാജവെമ്പാല ഒരു മരപ്പത്തിനകത്ത് കയറി. രാവിലെ 9 മണിക്ക് കണ്ടതാണ് തല. വൈകിട്ട് 5:30 മണി വരെ ഞാനൊരു കൈതക്കാട്ടിനിടയിൽ ഒരു ശകലം പോലും അനങ്ങാതെ ഒരേ ഇരിപ്പങ്ങിരുന്നു. അതിൽ 5:30 ആയപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങി വന്നില്ല, തലയിട്ടു. പിന്നെ 5:30-5:45 ആയപ്പോൾ ഫുള്ള് വെളിയിൽ വന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയി പിടിച്ചുകൊണ്ട് നേരെ ചാടി ഒരു കുപ്പിച്ചലിൻ്റെ പുറത്തായിരുന്നു. 2 മാസം കാലിൽ വെച്ച് കെട്ടിക്കൊണ്ട് കിടന്നുള്ളത്. 150ാമത്തെ രാജവെമ്പാല ഒരിക്കലും മറക്കാം. അതുപോലെയാണ്. ഇപ്പോൾ ഇങ്ങനെ തലയിട്ടിരിക്കുമ്പോൾ നമ്മളായിരിക്കും ഇപ്പോൾ ഇറങ്ങി വരുമെന്ന് വിചാരിക്കും. ഇറങ്ങില്ല, സമയമെടുക്കും. ബാക്കിയുള്ളതൊക്കെ സേഫായിട്ട് വേറെ ഇവിടെ ഇരിക്കുകയാണ്. തല മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ വെള്ളം കുറച്ചൊരു ഇപ്പോൾ നമ്മൾ മറ്റേ മോട്ടറായിരുന്നെങ്കിൽ ഇപ്പോൾ ടപ്പന ഇറങ്ങിയാണ്. ഇതിപ്പോൾ നമുക്ക് ചെറിയ പൈപ്പില്ല വേണ്ടേ. ഇപ്പോൾ നാക്ക് നനയ്ക്കുന്നുണ്ട്. ഇനി ഒരല്പം നിൽക്കുന്നത് നാക്ക് രണ്ട് കുറേ പ്രാവശ്യം പുറത്തേക്ക് ഇട്ടാൽ കുറച്ചൊന്ന് പുറത്തേക്ക് വരും. നമ്മൾ അനങ്ങിയാൽ റിവേഴ്സ് അങ്ങ് പോകും. അനങ്ങാതെ നിന്നാൽ നാക്ക് നല്ല നീളത്തിൽ പുറത്തേക്ക് ഇട്ടിട്ട് കുറേശ്ശെ പുറത്തേക്ക് വരും. നമ്മളെന്തായാലും വീണ്ടും ഇപ്പോൾ തലയിട്ടു. അപ്പോൾ അടുത്ത വീട്ടിലെ സാറ് ഇപ്പോൾ വേറെ ഇവിടെ പോയി ഒരു പൈപ്പൊക്കെ എടുത്തുകൊണ്ടൊന്ന് ടാങ്കിൽ നിന്ന് മറ്റേ വലിയ പൈപ്പിട്ട് വെള്ളം ഒഴിച്ചിരുന്നു. അപ്പോൾ തലയിട്ടു. ഇപ്പം നമ്മൾ എന്തൊരു സന്തോഷം. രാവിലെ ഇറങ്ങി വന്നു. ഇപ്പം എത്ര കഴിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ അടുത്ത ഈ വീട്ടിലെ സാറൊരു ചായ ഇട്ടുണ്ടെന്ന്. അടുത്ത വീട്ടിലെ സാറ് പപ്സൊക്കെ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ ഹുഷാൽ നാടി പൊളി. ഇപ്പോൾ പാമ്പ് ഇറങ്ങി വരുമ്പോൾ നമ്മളിന്ന് തിന്ന് ചാവും. അടുത്ത് നമ്മൾ ബിരിയാണി പറയും.
എന്താ ഇവിടെ ഓസിനടി സാറേ അനങ്ങല്ലേ വെളിയും തല മാറ്റിക്കോ വെളിയും തല മാറ്റിക്കോ സാറേ അവിടെ തല മാറ്റിക്കോ സാറേ തല മാറ്റിക്കോ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഇപ്പുറത്ത് നമ്മൾ ഫോഴ്സിന് വെള്ളം ഇപ്പുറത്തിട്ടപ്പോൾ നേരെ ഇപ്പുറത്ത് വന്നു നോക്കി ഇപ്പുറത്താണ്. ഇപ്പോൾ നമുക്ക് അവർ വേറൊരു മോട്ടറിൽ നിന്ന് കണക്ഷൻ ഇട്ട് ഈ വെള്ളം അടിച്ചു വെള്ളം നല്ല കുറച്ച് പ്രഷർ കിട്ടി നോക്കി ഇവിടെ ഓസിൻ്റെ അടിയിൽ പച്ച ഓസിൻ്റെ അടിയിൽ നമ്മൾ ഇത്രയും നേരം തല അപ്പുറത്താണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് ചിലപ്പോൾ 2-3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കും. നമ്മളൊരു ഇപ്പോൾ വരും എന്നും പറഞ്ഞിരിക്കും. നമ്മളെ പ്രതീക്ഷിപ്പിക്കുന്നതാണ്. എന്തായാലും വെള്ളം കിട്ടിയ ഉപകാരം ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് നാളെ നേരം എടുത്താലും പോകാൻ പറ്റില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് അനങ്ങിയാൽ താവട്ടങ്ങ് പോകും. എന്തായാലും 2 ഒന്ന് തന്നെ. ഇന്നലെ രാത്രി ഞാൻ 2:30 മണിക്ക് പേരുകൂടല്ല നമ്മുടെ പൂജപ്പുര ചിത്ര ഗാർഡൻസ് അവിടെ ഒരു മതിൽ വിളിച്ചെടുത്തുണ്ട്. 2:30 മണിയായി. മിനിയാന്ന് പോയി കണ്ട് കിട്ടിയില്ല. മതിൽ എനിക്ക് കണ്ടില്ല, എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇന്ന് അവർ കണ്ടു. ഞാൻ ചെന്ന് മതിലൊക്കെ പൊളിച്ച് വെളുക്കുന്നവരൊന്നും കിട്ടിയില്ല. ഇന്നലെ കറക്റ്റായിട്ട് എൻ്റെ മാളം കംപ്ലീറ്റ് പൊളിച്ച് രാത്രി 2:30 മണി അതാ ഇറങ്ങി വരുന്നുണ്ട്. നല്ല സൈസ് കേട്ടോ സാറേ. നിങ്ങൾ തല പുറത്തിട്ടല്ലേ അനങ്ങല്ലേ, മേളിൽ നിന്ന് തല പുറത്തിട്ടല്ലേ, തലയിടല്ലേ, കൈ അനക്കരുതേ. മേളിൽ നിൽക്കുന്ന ആരും എത്തി നോക്കല്ലേ. നിങ്ങൾ അനക്കം കിട്ടി തിരിച്ചു കയറും. ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ അനങ്ങിയാൽ പോയി ശകലമെങ്കിലും അനക്കം കിട്ടിയാൽ പോയി. നമുക്കിപ്പോൾ ഒരു 6 ഇഞ്ചോളം പുറത്തേക്ക് വന്നു. നമ്മൾ ആ ഒരു ചെറിയ അനക്കം കിട്ടിയാൽ പിന്നെ അത് പോകും. പിന്നെ ഇങ്ങനെ ഇരിക്കും. അനങ്ങിയാൽ പോയി. ഇതാണ്ടതാ കുറച്ച് വരുന്നുണ്ട്. എവിടെയും നല്ല സേഫായിട്ട് അകത്ത് ചുരുണ്ടിരിക്കുകയാണ്. ആ ചുരുട്ട് അഴിച്ചടിച്ചാണ് കാരണം അനങ്ങി വരുന്നുണ്ടോ. ഇനി കുറച്ചൊക്കെ ഒന്നുമില്ല. പടം പൊഴി അവർ കണ്ടു പടം പൊഴിക്കാറായെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ അവിടെ ആ മൂലയ്ക്ക് ആ മങ്കൂസ് അവനെ വരട്ടിയ മങ്കൂസ് അവിടെ വന്നിട്ട് പോയി. അതാ നോക്കിയതാണ്ട വലിയ സാധനം കണ്ടോ ഇറങ്ങി വരും. പടം പൊഴിച്ച് വരുന്നതേ ഉള്ളൂ കണ്ടോ. ഇതാ പടം പൊഴിക്കുന്നുണ്ട്, പടം പൊഴിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ അനങ്ങരുത്, ആരും അനങ്ങരുത്. മേളയും തല പുറത്തേക്ക് ഇടരുത്. ഇതാ വരുന്നു. വേണ്ട പടം പൊഴിഞ്ഞ് വരുന്നുണ്ട്. വേണ്ട വെള്ളം ചെന്നത് പടം പൊഴിയുന്നുണ്ടോ. കണ്ടോ വലിയ സാധനം. അല്ല അവർ ഞാൻ കണ്ട എനിക്ക് ഫോട്ടോ കിട്ടുന്ന സാധനം അത്. നിങ്ങൾ അനങ്ങല്ലേ, അനങ്ങിയാൽ തിരിച്ചു കയറും. അനങ്ങിയാൽ പോയി. വേണ്ട ഫുള്ള് ഇതാ പോണം. ഫുള്ള് അനങ്ങട്ടെ, ഫുള്ള് പോട്ടെ. വേണ്ട സ്ഥലം വേണ്ട. ഇനി ഫുള്ള് പോലെ നമുക്ക് എന്താ പടം പൊഴിഞ്ഞ് പോകുന്നുണ്ട്. അതാ പടം വേണ്ട. അടിപൊളി. ഇതാ ഫുള്ള് വെളിയിറങ്ങില്ല എന്തെങ്കിലും അതാ ഫുള്ള് വെളിയിറങ്ങി. വേണ്ട നമ്മൾ ഒരുപാട് സമയമെടുത്തു. ഡോഗുണ്ട്, ഡോഗ് നന്നായിട്ട് കുരയ്ക്കുന്നുണ്ട്. ഇതാണ്ട നമ്മൾ അടിപൊളിയായിട്ട് അത് കഴിഞ്ഞിങ്ങ് വീട്ടിൻ്റെ മുറ്റം വരെ ആയി. ഇതുണ്ടോ അതിൽ വേറെ പ്രത്യേകത നല്ല പത്തിയുണ്ടോ, നല്ല ഭംഗിയുള്ള പത്തി ഉണ്ടോ. ബാക്ക് നോക്കി നല്ല തെരഞ്ഞ പത്തി ഉണ്ടോ. നമ്മൾ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ പടം പൊഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പടം പൊഴിഞ്ഞു ഉണ്ടോ, പടം പൊഴിഞ്ഞു പോയി. ഇപ്പോൾ പടം പൊഴിഞ്ഞ് നല്ല സൗന്ദര്യമായി. നല്ല ആരോഗ്യമുള്ളൊരു കണ്ടു കഴിഞ്ഞാലൊരു പെണ്ണ് അതിഥിയെ പോലെ ഇരിക്കുന്നത്. പക്ഷേ പെണ്ണല്ല, ആണതിഥിയാണ്. നല്ല സൈസുള്ള അതിഥി. ശരിക്കുള്ളൊരു 7 വയസ്സ് 8 വയസ്സോളം പ്രായം വരും. ഏകദേശം ഒരു 5.5-6 കിലോ നീളം വരുന്നത്. പിന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഇഷ്ടംപോലെ കോമ്പൗണ്ടിൽ കാണുന്നുണ്ട്. അതിലുപരി പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫോട്ടോ വരുന്നുണ്ട്. ഈ കോമ്പൗണ്ടിൽ വന്ന അതിഥികൾ ഒരുപാട് പക്ഷികൾ, മയിൽ ഉൾപ്പെടെ, മങ്കൂസ് ഉൾപ്പെടെ. കണ്ടല്ലോ നമ്മൾ ചെയ്തേണ്ട. ഇപ്പോൾ നമുക്ക് താഴെ നിന്ന് ഇഴഞ്ഞ് വന്ന് മതിൽ കയറി ചെറിയ ഇഷ്ടിക കയറി എട്ടിയുടെ സിമെൻറ്റ് ബ്ലോക്ക് കയറിതാ ചെടീൻ്റെ മണ്ടയിൽ കയറി വേണ്ട. അപ്പോൾ നമ്മളിത് ഉണ്ടായിരുന്നു അവിടെ എങ്ങനെ ഇരിക്കണ്ട, തിരിഞ്ഞിഞ്ഞ് വരും. വന്നിട്ട് ഇതാ പത്തി വെള്ളത്തിൽ എവിടെയെങ്കിലും ഒരു ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്. നമ്മൾ ആരും എടുത്ത് കയറ്റിയല്ല, സാധാ കയറിയാണ് കേട്ടോ. ഇതാ നോക്കിയുള്ളൂ ഉണ്ടോ. അപ്പം നമ്മൾ ആരും എടുത്ത് കയറ്റിയല്ല, അതിന് സാധാ താനെ ഇഴഞ്ഞു വന്ന് കയറി ഒരിരിപ്പ് കണ്ടോ.
ചട്ടി മാറി, അതുകൊണ്ട് ചട്ടിയുടെ താഴെ വെച്ചെങ്കിൽ അടിപൊളി. അപ്പോൾ ചട്ടിയുടെ താഴെ വയ്ക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ മറിഞ്ഞെങ്കിൽ ഇരുന്നോളൂ. കണ്ടോ, ഇത് നമ്മൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്ത് വെച്ചാൽ താനേ കയറിയാണ്. ഇപ്പോൾ പടം പൊഴിക്കണ്ട, 2 സൈഡും പടം പൊഴിക്കാറായിരിക്കും. ഇത്രയും കൂടെ ഉള്ളൂ, പടം പൊഴിക്കേണ്ട അല്പം കൂടിയേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി ഇരിക്കുമെന്ന് തോന്നില്ല, കാരണം ഇരിക്കാനായിട്ടുള്ള സാധ്യത ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ചെടിയെ തടയി കഴിഞ്ഞാൽ പണി കിട്ടും. കണ്ട ഇറങ്ങിപ്പോകുന്നുണ്ട്, കണ്ട. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഡോഗ് അറിയാലോ, നല്ല ഉണക്കമുള്ള ഡോഗാണ്. അവന് നമ്മളെ കണ്ടിട്ട് സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് കുറയ്ക്കുന്നതാണത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ ഇദ്ദേഹത്തെ ചാക്കിലാക്കണം. സഞ്ചി കയറാമോ? നമ്മൾ ചാക്കിലാക്കുകയാണ്. നല്ല സൂപ്പർ ചാക്ക് കേട്ടോ, നല്ലത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ അശ്രാന്തമായ പരിശ്രമം 2-3 മണിക്കൂർ കഷ്ടപ്പെട്ടുവെങ്കിലും വളരെ ഈസിയായിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് വളരെ ഈസിയായിട്ട് നമുക്ക് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ, അദ്ദേഹത്തിന് സേവ് ചെയ്ത് സഞ്ചിയിലാക്കി. എന്തായാലും നമ്മുടെ ഇന്നത്തെ കണ്ണുമുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിലെ മാളത്തിനകത്തിരുന്ന താനേ ഇറങ്ങി വന്ന നല്ല സ്വഭാവം കാണിച്ച നമ്മുടെ എന്താ പറയുക, ഏകദേശം 7 വയസ്സോളം പ്രായം വരുന്ന, 5.5 അടിയോളം നീളം വരുന്ന, 5 അടിയിലേറെ നീളം വരുന്ന നമ്മുടെ അതിഥിയുടെ മൂർഖൻ അതിഥിയെ സേഫാക്കിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി, നമസ്തേ.